ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ വയ്ക്കാൻ പോകുന്നത് മീൻ കറി, അവിയൽ, മീൻ ഫ്രൈ. ഇതാണ് ഇന്നത്തെ നമ്മുടെ കറി. അപ്പം ആദ്യം തേങ്ങ തിരുക. തേങ്ങ ഇന്ന് നാടൻ ചാളയാണ്. ഇതൊക്കെ പറയണ നാടൻ ചാളയെന്നാണ്. ട്രിവാൻഡ്രത്തുനിന്ന് നാടൻ ചാളയെന്നാണ് പറയണ. പിന്നെ തലയൻ ചാള, അതിന് നെയ്യുള്ള ചാള തലയൻ ചാളയെന്ന് പറയും. പിന്നെ വേറൊരു ചാളയുണ്ട്, മത്തി. നമ്മൾ നാടൻ ചാളയെ പറയുന്നത് മത്തിച്ചാള എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നാടൻ ചാള. ഇപ്പം തേങ്ങ തിരുകി നമ്മുടെ ചിരവാണ്. ഇതാണ് ചിരവ. ഇത് ഇങ്ങനെ ഇവിടെ നമ്മൾ തിട്ടയിൽ ഇങ്ങനെ ഏറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചാരി നിന്നിട്ട് തിരുവണം. അപ്പോൾ എനിക്കുള്ളത് കൊണ്ടുവന്ന് ഇവിടെ 2 സ്ക്രൂ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിൽ ഒരു സ്ക്രൂ ഇളവിപ്പോയി. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് ആടും. ഈ സ്ക്രൂ കൂടെ ഇളവി കഴിഞ്ഞാൽ പിന്നെ തിരുവത്തില്ല, പിന്നെ ഇനി ഇളവി വരും. ഇതാണ് ഇതിൻ്റെ. ഇത് എത്ര 350 രൂപ കണ്ടേനു. അപ്പോൾ തേങ്ങ തിരുവി എടുക്കട്ടെ. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടിട്ട് ഉള്ളി മീൻ കറിക്കാണ് കേട്ടോ. ഉള്ളി, പിന്നെ ലേശം പുളിയേ ചേർക്കുള്ളൂ, ഇച്ചിരി പുളി. ചാളയ്ക്ക് കുറച്ച് പുളി മതി. എന്ന് പറഞ്ഞാൽ തക്കാളി ഇടുന്നത് കൊണ്ട് കുറച്ച് പുളി മതി. അപ്പം ലേശം പുളി ഇട്ടിട്ട് വെള്ളം ഒഴിക്കുക. പിന്നെ ഇതിൽ മീൻ കണ്ടിച്ച് വെച്ചിട്ടുണ്ട് ഉണ്ടാ. മീനിൽ തക്കാളി, പച്ചമുളക്, പിന്നെ ഉലുവ, പച്ച ഉലുവയാണ് ഇടുന്നത്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ. മല്ലിപ്പൊടി ഒരു ശകലേ ചേർക്കുള്ളൂ, ഇച്ചിരി ചേർക്കും. എല്ലാം ഇട്ടിട്ടുണ്ട്. പച്ചമുളക് കടമുളകാണ്, ഒരു തക്കാളി അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ അരക്കണയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കൂല. ഞാൻ ഇന്നിപ്പം ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇത് അരച്ചെടുക്കാം. ബലം പിടിക്കത്തില്ല കൈക്ക്. ഒടിഞ്ഞ കൈ ആയതുകൊണ്ട് സർജറി കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കാണത്തുണ്ട്. അപ്പം 4 മാസമേ ആയുള്ളൂ സർജറി കഴിഞ്ഞിട്ട്. എല്ല് ഒടിഞ്ഞ് പോയി, കമ്പി ഇട്ടിരിക്കുന്നു. അപ്പോൾ ബലം പിടിക്കാൻ പറ്റത്തില്ല, ആടി. അപ്പോൾ ഇത് അരഞ്ഞു. ഇനി ഇത് മീൻ കറിയിലോട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ മിക്സി കഴുകി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. പണ്ട്
അപ്പം ഇനി ഇതാണ് കായാണ് കാ മാത്രം ഇട്ട് അവിയൽ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ മോന് കാ മാത്രം ഇട്ട് അവിയൽ വയ്ക്കുന്നതിന് ഇഷ്ടം. അതിൽ സവാള ഒന്നും ചേർത്താൽ അവന് ഇഷ്ടപ്പെടില്ല. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴാ നേരത്തിന് അരയ്ക്കാം, അവിയലിന് അരയ്ക്കാം. ഞാൻ കടുകൊന്നും പൊട്ടിച്ചൊന്നും വീഴ്ത്തൂല. ലാസ്റ്റ് ഇറക്കാൻ നേരത്ത് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പം അവിയലിന് അരയ്ക്കാം. ഇത്തിരി തേങ്ങ എടുക്കുള്ളൂ. അപ്പം പക്ഷെ മോക്ക് എല്ലാം കൂടെ ഇട്ട് വയ്ക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമരയ്ക്ക അങ്ങനെയുള്ള ഈ വെട്ടുകളെല്ലാം കൂടെ ഇട്ട് വയ്ക്കണത് ഇഷ്ടമാണ്. പക്ഷെ മോന് വെറും കാ മാത്രം അവിയൽ വെച്ച് കൊടുക്കണം. പിന്നെ കുഴപ്പമില്ല, മോളും കൂട്ടും. അമ്മക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല. അവർക്ക് പിന്നെ ഇന്നത് വേണം അങ്ങനെയൊന്നും പറയത്തൊന്നുമില്ല. എന്തെങ്കിലും വെച്ചാൽ അത് മതി. പിന്നെ 1-2 കറി കാണും. ഇന്നിപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഇച്ചിരി ചാള എടുത്ത് ഫ്രൈ ആക്കാൻ വെച്ച്. പിന്നെ മീൻ കറി, ഈ അവിയൽ. ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടാം, മുളകിട്ട് തേങ്ങ മുളക്, മഞ്ഞൾപ്പൊടി, ജീരകം, ശകലം ജീരകം, വെളുത്തുള്ളി, 2 ഇതൾ മതി. ഇപ്പം ഈ കൈ വെച്ചിട്ട് അരിയൊക്കെ ചെയ്യാം. കുറച്ചൊക്കെ ഡോക്ടർ പറഞ്ഞ് കുറച്ച് ഇങ്ങനെ അരിയാൻ പറഞ്ഞു. പച്ചക്കറിയൊക്കെ അരിയും ചെറിയ ചെറിയ വെയിറ്റുകളൊക്കെ എടുക്കാം. ഇന്നൊന്ന് 1 എല്ല് 2 എല്ല് പൊട്ടി കൈ തൂങ്ങിപ്പോയി. അപ്പം 1 എല്ല് ഊറിപ്പിടിച്ച് 1 കുറച്ച് ഊറിപ്പ 40 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നു. അപ്പം ഈ എല്ലിന് കട്ടിയില്ല. അങ്ങനെ 1 എല്ല് ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച പോയി എക്സ്റേ എടുത്തപ്പോൾ 1 എല്ല് പകുതി ഊറിപ്പിടിച്ചതേ ഉള്ളൂ. അപ്പം അതിൻ്റെ കഴപ്പും വേദന ഇനി തോളിലോട്ടുണ്ട്. എങ്കിലും ആ കൈ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യും. പിന്നെ വീഴാതെ ശ്രദ്ധിച്ചോളാൻ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു. ഇനി വീണ് കഴിഞ്ഞാൽ വീണ്ടും കൈ കൊണ്ട് ഓടിയും. പിന്നെ ഭയങ്കര വെയിറ്റ് എടുക്കാൻ പാടില്ല. 1 കിലോ അങ്ങനെയൊക്കെ ഉള്ള വെയിറ്റ് എടുക്കാൻ പറഞ്ഞു. ചോറൊക്കെ ഊറ്റാനായിട്ട് മോള് വന്ന് ഊറ്റി തരും. പിന്നെ അവൾ സഹായിച്ചൊക്കെ തരും, ജോലിയൊക്കെ ചെയ്ത് തരും. രാവിലെ കോളേജിൽ പോകും. 6 മണിയാകുമ്പോൾ പോകും. പിന്നെ വൈകിട്ട് ചിലപ്പോൾ 5 മണിയൊക്കെ ആകും വരുമ്പം. ചിലപ്പോൾ 4 മണിയാവും. മോൾ LLB ആണ് പഠിക്കുന്നത്. ട്രിവാൻഡ്രത്താണ്, ഗവൺമെൻറ് ലോ കോളേജാണ്. ഇപ്പം അവൾ +2 കഴിഞ്ഞിട്ട് കയറി. ഇപ്പം 4-ാം വർഷമാണ്. 4 വർഷം തീരാറായി. 5 വർഷമാണ് കോഴ്സ്. 2025 പൂർത്തിയാകുമ്പോൾ പഠിച്ചിറങ്ങും ഇൻഷാ അല്ലാ. അപ്പം എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഈ കൈ കൊണ്ട് അങ്ങനെ വേറെ ജോലികളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റൂല. മറ്റത് ഞാൻ പെരയിടത്തിൽ കിളയ്ക്കും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം നമ്മൾ വാടകയ്ക്കാണ്. അങ്ങനെ ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് കൈ ഒടിഞ്ഞ ജനൽ തുടയ്ക്കാൻ കട്ടിലിൻ്റെ മുകളിൽ കയറി നിന്ന് മുകളിൽ തുടച്ചത്. കുഞ്ഞ് കാലുകൊണ്ട് തെന്നിപ്പോയി വന്ന് വീണൊടിഞ്ഞാണ്. അപ്പം ഇനിയിപ്പം വലിയ പണിയൊന്നും മട്ടിയെടുത്ത് പെരയെടുത്ത് കൃഷി ചെയ്യാനോ അങ്ങനെയൊന്നുള്ള പണിയൊന്നും പറ്റത്തൊന്നുമില്ല. പിന്നെ അപ്പോഴും വിചാരിച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. വെറുതെ ഇരിക്കുകയല്ലേ, ഒരു നേരം പോക്ക്. വെറുതെ ഇരിക്കുമ്പം നമ്മൾ ഓരോന്ന് ഓർമ്മിച്ച് ടെൻഷൻ അടിക്കില്ല. അപ്പം വിചാരിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന്.
അങ്ങനെ മോളും മോനും പറഞ്ഞു തുടങ്ങുമ്മ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് യൂട്യൂബ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ കാണുകയും വേണം, സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം. പിന്നെ മോനുണ്ട്, അവന് ഉണ്ട്, ഇവിടെ ഉണ്ട്. ഇപ്പോൾ 1 മാസമായി. അവൻ ചെന്നൈയിലായിരുന്നു. ചെന്നൈയിൽ നിന്ന് വന്ന ജോലിയിലാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 1 മാസം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് ഇനി പോവും, ഇൻഷാ അല്ലാഹ് പോവും. പിന്നെ ഞാൻ അരയ്ക്കാൻ പോണത് ഇതിന് അവിയലിന് പിന്നെ തേങ്ങ, പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, 2-3 കഷ്ണം വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ഇട്ട് ചെറിയ ഒരു ഇതാക്കി അടിച്ചെടുക്കാം. ചൂട് തട പിടിച്ചേക്കാം. ഇതിലോട്ട് ഒഴിക്കും. തട കിടന്ന് വേവും. അപ്പോൾ അതവിടെ കിടന്ന് വേവും. അരപ്പ് കഴിയും. അവിയലിനും മീനിനും അരച്ച് ഈ പാത്രമൊക്കെ പിന്നെ തേച്ച് കഴുകണം. മീൻകറി നോക്കട്ടെ എന്തിനാണ്. ലേശം ഉപ്പും കൂടെ വേണം. കൂടുതൽ ഇഷ്ടം ചെറിയ മീനുകളാണ്. ചെറിയ മീനുകൾ നല്ലതുമാണ്. അതുമില്ല, ഇവിടെ പൂച്ചയും ഒരു പട്ടിയും ഉള്ളത് കൊണ്ട് അവർക്ക് അതിൻ്റെ തല അങ്ങനെയൊക്കെ കൊടുക്കാമല്ലോ. അതുകൊണ്ട് നമ്മൾ കൂടുതലും ചെറിയ മീനുകൾ, പിന്നെ അത്യാവശ്യം വലിയ മീനുകൾ മേടിക്കും. കൂടുതലും വാങ്ങിക്കുന്നത് ചെറിയ മീനുകളാണ്. ഇനി ലാസ്റ്റ് തിട്ടയൊക്കെ ഒതുക്കണം. കറി അത് മീൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചാള ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിനകത്ത് നിൽക്കത്തില്ല, ഭയങ്കരമായ ചൂടാണ്. ഷീറ്റ് ഇട്ടിട്ടുണ്ട് മണ്ടയിൽ. ചെയ്യാനുള്ള അരി അടുപ്പിലിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അരി കറണ്ട് അടുപ്പിലാണ് ഇട്ടിരിക്കുന്നത്. കണ്ടോ, ഇത് കറണ്ട് അടുപ്പാണ്. ഇതിലാണ് ഞാൻ കൂടുതൽ ചോറ് വേവിക്കണം. പിന്നെ കൈ വയ്യാത്തത് കൊണ്ട് അവിടെ വെളിയിൽ ഷെഡുണ്ട്. അവിടെ ഞാൻ ചുടുകട്ടയൊക്കെ വെച്ച് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി ഇറങ്ങുകയും ചെയ്യത്തില്ല. കൈ വയ്യാത്തത് കൊണ്ട് സ്റ്റെപ്പ് എനിക്ക് പേടിയാണ് ഇനി വീണോടിയുമെന്ന്. അതുകൊണ്ട് കയറി ഇറങ്ങുകയും ചെയ്യത്തില്ല. അങ്ങനെ മക്കൾ പറയും ഇതിൽ വേവിച്ചാൽ മതി, അങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്യണ്ടെന്ന് പറയും. അങ്ങനെയാണ് ഇതിൽ എന്താണ് ചോറ് വയ്ക്കുന്ന കുക്കർ. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ വേവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മീൻ ഫ്രൈ വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ഈ മീനിട്ട് കൊടുക്കാം.
എണ്ണ തെറിക്കണം, ശ്രദ്ധിച്ചൊന്നുമില്ലെങ്കിൽ എണ്ണ തെറിക്കും. ഇപ്പം മീൻ ഫ്രൈക്ക് അടുപ്പിട്ട് വേണ്ട അവിയൽ അടുപ്പിയിരുന്ന് തിളയ്ക്കണം. വേവാറായി ഏകദേശം. ഇനി ഇച്ചിരി കൂടെ ഒന്നൊരിതാവുമ്പോൾ ഇനി ഒരു ലേശം എണ്ണ ഒഴിച്ച് അടുപ്പിട്ടേക്കാം. എണ്ണ ഒഴിക്കാം. ഞാൻ എല്ലാത്തിലും എണ്ണയാണ് ഒഴിക്കണം. ഒന്നും അങ്ങനെ കടു വറുക്കാറില്ല. ഇങ്ങനെ തോരനായാലും എണ്ണ ലേശം ഒഴിച്ച് ഇറക്കും. ഇനി ഇതിൽ കിടന്ന് വെന്ത് പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് മീനും ഫ്രൈ ആക്കി എടുക്കുക. അടച്ചിടാം. പിന്നെ അരി ഉണ്ട് അടുപ്പിൽ കിടന്ന്, കറണ്ട് അടുപ്പിൽ കിടന്ന് തിളയ്ക്കണം. തന്നെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.